അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു. ഇവന് ഡബിൾ തന്തി ഒന്നുമില്ല തോന്നി. ഇവൻ 5-8 തന്ത എടുത്തോന്നു ഈ നായിന്റെ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഒരുത്തൻ ഒരു വീഡിയോ ചെയ്യുന്ന ഒരുത്തൻ അവനൊരു റിയാക്ഷൻ ചെയ്യുന്നവനല്ല, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഒരു ഇൻഫ്ലുവൻസർ അല്ല. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എനിക്ക് വേണ്ട നീ നോക്കിയെടുത്തു, അരക്ക് വേണ്ട ഞാൻ എടുത്തോളൂ. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്ന ഇവന്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഫുള്ള് ഗേൾസിനെ സ്ലട്ട് ഷെയ്മിങ് ചെയ്യുന്നതും ബോഡി ഷെയ്മിങ് ചെയ്യുന്നതും വെറും വൃത്തികെട്ട രീതിയിൽ ഉപമിക്കുന്നതുമായിട്ടുള്ളതാണ് ഇവന്റെ കോണ്ടന്റ്. മനസാക്ഷി ഇല്ലാത്ത ജാതികളാണ്. പോരാത്തന് കാശിന്റെ നെകളിപ്പും. അതിൽ കമന്റ് ഒരു 3-4 കമന്റ് വന്നാൽ അതിൽ 4 എണ്ണം തന്തയ്ക്ക് വിളിയായിരിക്കും. ഒരു കാര്യം ഞാൻ അന്നേ എടുത്ത് റിയാക്ട് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, ഇവൻ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ധൈര്യത്തിൽ നിന്നാണ് ഇവൻ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇതൊക്കെ ഇരുന്ന് പറയുന്നത്, തന്തയില്ലാത്തരം പറയുന്നത്. എന്താ കരുതിയത് ഞങ്ങളൊക്കെ വെറും മന്ദബുദ്ധികളാണെന്ന്? വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. ഇവൻ കുറച്ച് ഈ സ്ത്രീകളുടെ ഈ ഗേൾസിന്റെ ഈ ചെസ്റ്റിനെയൊക്കെ പറയുന്നത് ഓളോളം മത്തം കാണിക്കാൻ വന്നെയാണ്. നമ്മളെല്ലാവരും കൊച്ചിലെ നമ്മൾ ജനിച്ചു വളർന്ന ഉടനെ നമ്മൾ നമ്മുടെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടാണ് വരുന്നത്. ചിലപ്പോൾ നീ നിന്റെ അമ്മയുടെ ബത്തക്ക ജ്യൂസ് കുടിച്ചിട്ടായിരിക്കും വരുന്നത്. നിന്റെ അമ്മയ്ക്കും നമ്മളുടെ അമ്മയ്ക്കും എല്ലാവർക്കും ഉള്ള കാര്യമാണ് നീ അവിടെ കിടന്ന് സ്പെഷ്യലൈസ് ചെയ്ത് എന്താ ബത്തക്കയോ. ചിലപ്പോൾ നിനക്ക് സെക്സ് എഡ്യൂക്കേഷന്റെ കുറവായിരിക്കാം, മനസ്സിലാവും. പക്ഷെ ഇത്രയും കാള പോലെ വളർന്ന് തന്തയില്ലാത്തവനെ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ വീട്ടിലെ പെമ്പിള്ളർ ഇല്ലാത്തതിന്റെ കുഴപ്പമാണോ, അതോ നിന്റെ അമ്മയ്ക്ക് ഇല്ലാത്ത എന്തെങ്കിലും നീ പുറത്തുനിന്നുള്ള ആരെങ്കിലും എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇങ്ങനെ കിട്ടി എന്മാർക്ക് വല്ല ക്ഷയം പിടിക്കുന്ന എനിക്ക് തോന്നുന്നു. അതോ നീ 2 തന്തയ്ക്ക് ഉണ്ടായതാണ്? ഒരു തന്തയ്ക്ക് ഒരു തള്ളയ്ക്ക് ഉണ്ടായവനല്ലേ? അപ്പൊ മര്യാദയ്ക്ക് നിന്നൂടെ? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കിടന്ന് പറഞ്ഞേക്കാം. ഇവന്റെ വീട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഒരു കഴിവുമില്ലാത്ത വെറും ഒരു മാനസിക രോഗിനെയാണ്. കൊന്നാ മതിയായിരുന്നു, ഒറ്റയടിക്ക് തീർന്നു. ഇത് കൊലയാണല്ലോ. ഇവന്റെ തന്റെ അടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഉണ്ടാക്കുന്ന ടൈമിൽ വരാറാവും അങ്ങ് തെറിപ്പിച്ച് കളഞ്ഞുകൂടായിരുന്നു. എന്തിനു ഇതുപോലത്തെ പൊണ്ണാണ് ഉണ്ടാക്കി വെച്ചത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.